സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ ചരിത്രത്തിന്റെ കൊടുങ്കാറ്റുകൾക്ക് മുന്നിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അതിനെ അതിജീവിച്ചിട്ടുണ്ട്. ആക്രമണകാരികൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ശത്രുക്കൾ മനസ്സിലാക്കുക, നിങ്ങൾ ഞങ്ങളുടെ പവിത്രമായ ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. UN വേദിയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാന്റെ കരുത്തുറ്റ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഇറാനെ ആക്രമിച്ച ഇസ്രയേലിനും അതിന് കൂട്ടുനിന്ന നാറ്റോ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കുമുള്ള വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് പെഷഷ്കിയാന്റെ തല ഉയർത്തിക്കൊണ്ടുള്ള ആ പ്രഖ്യാപനം. അക്ഷരാർത്ഥത്തിൽ വാക്കുകൾ കൊണ്ട് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് എന്നും പറയാം. ക്രിമിനൽ പ്രധാനമന്ത്രി എന്നാണ് പെഷഷ്കിയാൻ നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പെഷഷ്കിയാന്റെ UN-ലെ പ്രസംഗം കേൾക്കാൻ വേദിയിലുണ്ടായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചും പെഷഷ്കിയാൻ നിലപാട് വ്യക്തമാക്കി. ഒപ്പം അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകി. പെഷഷ്കിയാൻ UN-ൽ നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപത്തിലൂടെയാണ് ഈ വീഡിയോ കടന്നു പോകുന്നത്. വ്യക്തവും ശക്തവുമായ സന്ദേശമാണ് ലോകവേദിയിൽ പെഷഷ്കിയാൻ നൽകിയത്. പ്രധാനമായും 3 പോയിന്റുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. 1, ഇറാനെ തൊട്ടാൽ വെറുതെ ഇരിക്കില്ല. 2, പശ്ചിമേഷ്യയിലെ ഇസ്രയേൽ പദ്ധതികൾ നടപ്പാക്കാൻ ഇറാൻ അനുവദിക്കില്ല. 3, അറബ് ഇസ്ലാമിക് കൂട്ടായ്മ ശക്തമാക്കാൻ ഇറാൻ തന്നെ മുൻകൈയെടുക്കും. ഇനി പ്രസംഗത്തിലേക്ക് പോകാം. പെഷഷ്കിയാന്റെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിന്റെ ഇത്തവണത്തെ മുദ്രാവാക്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. 80 വർഷങ്ങളും അതിനപ്പുറവും സമാധാനം, വികസനം, മനുഷ്യാവകാശങ്ങൾ എന്നിവയ്ക്കായി ഒരുമിച്ച് മുന്നോട്ട് പോകുക. അതാണല്ലോ ഇത്തവണത്തെ സന്ദേശം. എല്ലാ ദൈവിക മതങ്ങളുടെയും മനുഷ്യന്റെ മനസാക്ഷിയുടെയും അടിത്തറയാണ് സുവർണ മാക്സിം. അതായത്, നിനക്ക് സ്വയം അംഗീകരിക്കാൻ കഴിയാത്തത് മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കരുത്. പ്രവാചകനും യേശുവും എല്ലാം ഇത് തന്നെയാണ് പറയുന്നത് എന്ന് പെഷഷ്കിയാൻ പറയുന്നു. പക്ഷേ എന്താണ് ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ? പരമാധികാര രാഷ്ട്രങ്ങളെ ലക്ഷ്യമിടുന്നു, നേതാക്കളെ കൊല്ലുന്നു, ശാസ്ത്രജ്ഞരെ വധിക്കുന്നു, ഗാസയിൽ വംശഹത്യ നടത്തുന്നു, കുഞ്ഞുങ്ങളെയും കൊല്ലുന്നു, ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആത്മരക്ഷയുടെ മറവിൽ ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധധാരികളായ ഭരണകൂടത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ ആണ് ഇതൊക്കെ നടക്കുന്നത്. നാറ്റോയെയും അമേരിക്കയുമാണ് പെഷഷ്കിയാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത്, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധധാരികളായ ഭരണകൂടം എന്ന് പെഷഷ്കിയാൻ ഉദ്ദേശിക്കുന്നത് നാറ്റോയെയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത് നിങ്ങളുടെ നാട്ടിലാണ് എങ്കിൽ അംഗീകരിക്കുമോ? ഏത്? ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഇത്തരത്തിലുള്ള പട്ടിണിക്കിടുക എന്നുള്ള പരിപാടി, ഒപ്പം വംശഹത്യ നടത്തുക എന്നുള്ളത് നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ അംഗീകരിക്കുമോ? ആരാണ് ലോകത്തിന്റെ സ്ഥിരതയെ അലോസരപ്പെടുത്തുന്നത്? ആരാണ് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും യഥാർത്ഥത്തിൽ ഭീഷണിയാകുന്നത്? പെഷഷ്കിയാൻ ചോദിക്കുകയാണ്. വിശിഷ്ട പ്രതിനിധികളെ, കഴിഞ്ഞ ജൂണിൽ എൻ്റെ രാജ്യത്ത് അന്താരാഷ്ട്ര നിയമത്തിന്റെ എല്ലാ പ്രാഥമിക തത്വങ്ങളെയും ലംഘിച്ച് ക്രൂരമായ ആക്രമണം നടന്നു. അതിന് നിങ്ങളെല്ലാം സാക്ഷികളാണ്. സയോണിസ്റ്റ് ഭരണകൂടവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇറാന്റെ നഗരങ്ങൾ, വീടുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരെ വ്യോമാക്രമണങ്ങൾ നടത്തി. അതും ഞങ്ങൾ നയതന്ത്ര ചർച്ചകളുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തന്നെ. ഇത് ഗുരുതരമായ വഞ്ചനയും സ്ഥിരതയും സമാധാനവും സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ തകർക്കുന്നതുമായിരുന്നു. ഇറാനിലെ നിരവധി കമാൻഡർമാർ, പൗരന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, ശാസ്ത്രജ്ഞർ, ബുദ്ധിജീവികൾ എന്നിവർ രക്തസാക്ഷികളായി. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവരുടെ എല്ലാം ചിത്രങ്ങൾ അടങ്ങിയ ഒരു ബുക്ക് എടുത്തു കാണിക്കുന്നുണ്ട്. ഇസ്രയേൽ കൊന്നവർ എന്ന ഒരു ലേപനമുള്ള ഒരു ബുക്ക് അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. ഒപ്പം കുറച്ച് ഫോട്ടോകളും അദ്ദേഹം കാണിക്കുന്നുണ്ട്. ഒപ്പം അന്താരാഷ്ട്ര വിശ്വാസത്തിനും പ്രദേശത്തെ സമാധാനത്തിന്റെ സാധ്യതയ്ക്കും ഗുരുതരമായ പ്രഹരമേൽപ്പിച്ചു ഈ ആക്രമണം. ഇത്തരം അപകടകരമായ ലംഘനങ്ങളെ നേരിടാൻ നമുക്ക് കഴിയാതെ വന്നാൽ ഈ വൈകല്യങ്ങൾ ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങുമെന്ന് പെഷഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. സുരക്ഷിതമായ ആണവ കേന്ദ്രങ്ങൾക്കെതിരെയും ആക്രമണം നടന്നതായി അദ്ദേഹം സൂചിപ്പിക്കുന്നു. UN അംഗരാഷ്ട്രങ്ങളുടെ നേതാക്കളെയും ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയും വധിക്കാനുള്ള തുറന്ന ശ്രമവും നടന്നു. മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് ആക്രമിച്ചു. മനുഷ്യരുടെ അറിവും വൈദഗ്ധ്യവും മാത്രം കാരണം അവരെ സൈനിക ലക്ഷ്യങ്ങളാക്കി മാറ്റി. ഇതുപോലെ ഗാസയിൽ മനുഷ്യരെ കൊന്നൊടുക്കി ഭക്ഷണവും മരുന്നും നിഷേധിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തവർ അറിഞ്ഞിരിക്കണം, ഭൂമിയിലെ ഏറ്റവും പുരാതനവും തുടർച്ചയുള്ളതുമായ സംസ്കാരമാണ് ഇറാൻ. ഇറാൻ ജനത ഉദാരമായ മനോഭാവവും ശാശ്വതമായ ഇച്ഛാശക്തിയുമായി ആക്രമണകാരികൾക്ക് മുന്നിൽ ഒരിക്കലും തലകുനിക്കില്ല എന്ന് ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. ഭിന്നത വിതയ്ക്കാനുള്ള ശ്രമങ്ങളെ തകർത്തിട്ടുണ്ട്. ആദ്യ വെടിയുണ്ട ഞങ്ങളുടെ മണ്ണിൽ വീണ നിമിഷം
ഇറാന്റെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ധീര സായുധ സേനകളെ പിന്തുണച്ചു. ഞങ്ങളുടെ രക്തസാക്ഷികളെ ആദരിക്കുന്നത് തുടരുന്നു. ഇറാനു വേണ്ടി സംസാരിച്ച, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച എല്ലാ വ്യക്തികൾക്കും, രാഷ്ട്രങ്ങൾക്കും, അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് എന്ന് പെഷഷ്കിയാൻ പറയുകയാണ്. ഏതാണ്ട് 2 വർഷത്തെ വംശഹത്യ, വൻതോതിലുള്ള പട്ടിണി, അധിനിവേശ പ്രദേശങ്ങളിലെ വർണ്ണ വിവേചനം, അയൽ രാഷ്ട്രങ്ങൾക്കെതിരായ ആക്രമണം എന്നിവയ്ക്ക് ശേഷം വിശാല ഇസ്രയേൽ എന്ന പരിഹാസപരവും ഭ്രാന്തവുമായ പദ്ധതി ആ ഭരണകൂടം ധിക്കാരത്തോടെ പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതി സയോണിസ്റ്റ് ഭരണകൂടത്തിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ വെളിവാക്കുന്നു എന്ന് പെഷഷ്കിയാൻ പറയുന്നു. അത് അവരുടെ ക്രിമിനൽ പ്രധാനമന്ത്രി തന്നെ തുറന്നു പറയുന്നു. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ആക്രമണാത്മകമായ ഗൂഢാലോചനകളിൽ നിന്ന് ലോകത്ത് ആർക്കും സുരക്ഷിതത്വമില്ല എന്ന് പെഷഷ്കിയാൻ എടുത്തു പറയുന്നു. അവരിപ്പോൾ ചെയ്യുന്നത് ഒന്നും ഒളിച്ചല്ല, തങ്ങളുടെ സാന്നിധ്യം അടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് അതിനെ ശക്തിയുടെ സമാധാനം, ശക്തിയിലൂടെയുള്ള സമാധാനം എന്ന് വിശേഷിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇത് സമാധാനമോ ശക്തിയോ അല്ല, ബലപ്രയോഗത്തിലും ഭീഷണിയിലും വേരൂന്നിയ ആക്രമണമാണെന്ന് പെഷഷ്കിയാൻ പറയുന്നു. പിന്നീട് പെഷഷ്കിയാൻ പറയുന്നത് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരുമയുടെ ഭാവിയെക്കുറിച്ചാണ്. ഇറാൻ ശോഭനമായ ഭാവിയുള്ള ശക്തമായ പ്രദേശമാണ്. ശക്തരായ അയൽ രാഷ്ട്രങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ആ പ്രദേശത്തിന്റെ സ്ഥിരതയാണ് ഞങ്ങളുടെ ലക്ഷ്യം. വംശഹത്യ, നാശം, അസ്ഥിരത എന്നിവ അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിക്കെതിരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഭാവി ഉണ്ടാകും. പ്രതിരോധ സഹകരണവും ഭീഷണിക്കെതിരെ സംയുക്ത പ്രതികരണം വഴി കൂട്ടായ സുരക്ഷയും ഉറപ്പാക്കുന്ന ഭാവി ഉണ്ടാകും. മനുഷ്യമഹത്വവും സാംസ്കാരിക വൈവിധ്യവും വിലമതിക്കുന്ന ഭാവി ഉണ്ടാകും. സംയുക്ത നിക്ഷേപത്തിലൂടെ, അടിസ്ഥാന സൗകര്യങ്ങളിലൂടെയും ആധുനിക ശാസ്ത്രത്തിലൂടെയും കൂട്ടായ വികസനം സാക്ഷാത്കരിക്കുന്ന ഭാവി. ഊർജ സുരക്ഷയും സുപ്രധാന വിഭവങ്ങളുടെ ന്യായമായ ഉപയോഗവും സാമ്പത്തിക സ്ഥിരതയും തൂണുകളായി നിലനിൽക്കുന്ന ഭാവി ഉണ്ടാകും. ദേശീയ പരമാധികാരവും രാഷ്ട്രങ്ങളുടെ പ്രാദേശിക സമഗ്രതയും ചോദ്യം ചെയ്യപ്പെടാത്ത തത്വങ്ങളായി കണക്കാക്കുന്ന ഭാവി ഉണ്ടാകും. ബലപ്രയോഗത്തിലൂടെ അടിച്ചേൽപ്പിക്കുന്ന സമാധാനത്തിന്റെ പിന്തുടർച്ചയല്ല, മറിച്ച് സമാധാനത്തിലൂടെ ലഭിക്കുന്ന ശക്തിയിൽ അധിഷ്ഠിതമായ ഭാവിയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം ഊന്നി പറയുകയാണ്. ഇത്തരം ശക്തമായ പ്രദേശത്ത് കൂട്ടക്കൊലയ്ക്കും രക്തച്ചൊരിച്ചിലിനും സ്ഥാനമുണ്ടാകില്ല. ഇങ്ങനെ അറബ് ഇസ്ലാമിക് കൂട്ടായ്മയുടെ ഭാവിയെക്കുറിച്ച് വളരെ പ്രതീക്ഷാനിർഭരമായ കാര്യങ്ങളാണ് പെഷഷ്കിയാൻ UN വേദിയിൽ വ്യക്തമാക്കിയത്. പിന്നീട് അദ്ദേഹം പറയുന്നത് ആണവ ഊർജത്തിന്റെ പേരിൽ ഇറാനെ ഒറ്റപ്പെടുത്തുന്ന സമീപനത്തെക്കുറിച്ചാണ്. ഏറ്റവും വലിയ ആണവ ആയുധശേഖരം സ്വന്തമായുള്ളവർ, തങ്ങളുടെ ആയുധങ്ങളെ കൂടുതൽ മാരകവും വിനാശകരവുമാക്കുന്നവർ വ്യാജ ആരോപണങ്ങൾ ഉയർത്തി ഇറാൻ ജനതയെ സമ്മർദ്ദപ്പെടുത്തുകയാണ് എന്ന് പെഷഷ്കിയാൻ പറയുകയാണ്. അമേരിക്കയുടെ താല്പര്യപ്രകാരം ഇറാനെതിരെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഉപരോധം വീണ്ടും കൊണ്ടുവരാൻ 3 യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നു. ഇറാനെ അവഹേളിക്കുന്ന നടപടിയാണ് ഇത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അംഗീകാരം നേടാത്ത നടപടിയാണിത്. സുരക്ഷാ സമിതി അംഗങ്ങൾ തന്നെ അതിനെ എതിർക്കുന്നു. റഷ്യയും ചൈനയുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി ഈ അസംബ്ലിക്ക് മുന്നിൽ പ്രഖ്യാപിക്കുകയാണ്, ഇറാൻ ഒരിക്കലും ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും ശ്രമിക്കുകയുമില്ല. ഞങ്ങൾ ആണവായുധങ്ങൾ തേടുന്നില്ല. ഇത് ഞങ്ങളുടെ പരമോന്നത നേതാവിന്റെ ഉത്തരവിന്റെയും മത നേതാക്കളുടെ പ്രഖ്യാപനത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണ്. അതിനാൽ ഞങ്ങൾ ഒരിക്കലും വൻ നാശ ആയുധങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല, ഇനി നോക്കുകയുമില്ല എന്ന് പെഷഷ്കിയാൻ ഉറപ്പിച്ചു പറയുകയാണ്. സമാധാനവും സ്ഥിരതയും തകർക്കുന്നവർ ഇസ്രയേലാണ്. എന്നിട്ട് അവരുടെ പ്രവർത്തികൾക്ക് ശിക്ഷിക്കപ്പെടുന്നത് ഇറാനാണ്. ഒരു കവിത പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പെഷഷ്കിയാൻ കോട്ട് ചെയ്യുകയാണ്. ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഒരാൾ സമാധാനത്തെ തകർക്കുന്നു, മറ്റൊരാൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നു. ലോകത്തുള്ള എല്ലാ സമാധാന ചർച്ചകളെയും ഇറാൻ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. യഥാർത്ഥ സുരക്ഷ ബലപ്രയോഗത്തിലൂടെ നേടുന്നതല്ല, മറിച്ച് വിശ്വാസം വളർത്തിയും പരസ്പര ബഹുമാനവും പ്രാദേശിക ഐക്യവും ഊട്ടി ഉറപ്പിച്ചും കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥ സുരക്ഷ എന്ന് അദ്ദേഹം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇറാനികൾ ആണവായുധങ്ങൾ നിർമ്മിച്ചോ ഉപയോഗിച്ചോ ആളുകളെ കൊന്നൊടുക്കിയോ വംശഹത്യ നടത്തിയോ പട്ടിണി സൃഷ്ടിച്ചോ ലോകത്ത് ഞങ്ങളുടെ ശക്തി വ്യാപിപ്പിച്ചിട്ടില്ല. മറിച്ച് മനുഷ്യ സൗഹൃദത്തിന്റെ സംസ്കാരത്തിലൂടെയും ഋഷിമാരുടെ സഹാനുഭൂതിയുടെ സന്ദേശത്തിലൂടെയുമാണ് ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യവേദനയോട് സഹാനുഭൂതി ഇല്ല എങ്കിൽ മനുഷ്യന്റെ പേര് നിനക്ക് അവകാശപ്പെടാനാകില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. കുട്ടികളെ കൊല്ലുന്നവർക്ക് മനുഷ്യന്റെ പേര് അർഹിക്കുന്നില്ല. ഇറാൻ എല്ലാ സമാധാനവും തേടുന്ന രാഷ്ട്രങ്ങൾക്ക് ഉറച്ച പങ്കാളിയാണ്. നമുക്ക് ഒരുമിച്ച് ഭീഷണികളെ അവസരങ്ങളാക്കി മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പെഷഷ്കിയാൻ തന്റെ കരുത്തുറ്റ വാക്കുകൾ, ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇറാന്റെ നിലപാടുകൾ പെഷഷ്കിയാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് UN വേദിയിൽ ചെയ്തത്.
മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ ഇസ്രയേൽ ഭീഷണികളെ നേരിടാൻ മുന്നിൽ നിൽക്കും ഇറാൻ എന്ന് വ്യക്തമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതിനായി പ്രദേശത്തെ കൂട്ടായ്മ ശക്തമാക്കും, അതായത് അറബ് ഇസ്ലാമിക് കൂട്ടായ്മ കൂടുതൽ ശക്തമാക്കും. ഖത്തർ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തറിൽ ചേർന്ന ഉച്ചകോടി അത് തീരുമാനിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് പെഷെഷ്കിയാൻ വ്യക്തമാക്കുന്നത്. ഇതാണ് പെഷെഷ്കിയാൻ UN വേദിയിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രസക്തിയുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസിന്റെ വീഡിയോകൾ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.